ഹലോ, ഇന്നൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. ചിക്കൻ ചീസ് റോളിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇട്ട് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ലുലുന്ന് മേടിച്ച കുബൂസിൻ്റെ പാക്കറ്റാണ് കേട്ടോ. ഇതാണ് ഞാനിതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ക്യാപ്സിക്കം, ക്യാരറ്റ്, അതുപോലെ വെളുത്തുള്ളി, ഉള്ളി ഇവയൊക്കെ. ക്യാരറ്റും ക്യാപ്സിക്കും ഞാൻ പകുതിയാണ് എടുത്തത്, ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചിക്കൻ പൊരിച്ച് വെച്ച ആ ഓയിലിലേക്ക് തന്നെ നമുക്ക് ഇതും ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒരുമിച്ച് നമുക്ക് ഇട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി. സെപ്പറേറ്റ് ആദ്യം വെളുത്തുള്ളി, ഉള്ളി അങ്ങനെ ഒന്നും ചെയ്യേണ്ട. എല്ലാ വെജിറ്റബിൾസ് നമുക്ക് ഒരുമിച്ചിട്ടങ്ങാണ്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരുപാട് വെന്ത് വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റി കിട്ടിയാൽ മതി. അപ്പോൾ കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റുക. അപ്പോൾ വേഗം കുക്കായി കിട്ടും. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക. സിമ്മിലിട്ടിട്ട് വേവിച്ചാൽ മതി. അപ്പോഴത്തേന് നമുക്ക് ഞാൻ നേരത്തെ കാണിച്ചു തന്ന കുബൂസ് ഉണ്ടല്ലോ, അത് ഞാനൊന്ന് ആവി കയറ്റി ഒന്ന് ചൂടാക്കി എടുത്താട്ടോ. ഇത് ഞാനിങ്ങനെ വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കലാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ച് നമുക്ക് ആവശ്യമുള്ള അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആവി കയറ്റി എടുത്താൽ മതി. ഒരാഴ്ച 1.5 ആഴ്ചയൊക്കെ കേടാവാണ്ട് കിട്ടും. ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതും ഞാൻ അവിടെ നിന്ന് വാങ്ങിയ മയണൈസാണ്, ഗാർലിക് മയണൈസാണ്. ഇതും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ റെസിപ്പിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ വെജിറ്റബിൾസൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാല് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഒന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചിട്ടിട്ടതാണ് കേട്ടോ. അപ്പോൾ അതും ഈ പാലും നന്നായിട്ട് ഇതിലേക്ക് ഈ വേവിച്ച് വെച്ചതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഞാൻ ലേശം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗത്തും ഉപ്പും ചിക്കനും ഒക്കെ മിക്സ് ആവുന്ന പോലെ ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാൻ മൊസറല്ല ചീസാണ് കേട്ടോ എടുത്തത്. നിങ്ങളിപ്പോൾ ചെഡാർ ചീസോ അതിൻ്റെ സ്ലൈസൊക്കെ ആണെങ്കിൽ അത് യൂസ് ചെയ്യുക, കുഴപ്പമില്ല. ഞാനിപ്പോൾ എൻ്റെ മൊസറല്ല ചീസ് ആയതുകൊണ്ട് ഞാൻ അതെടുത്തത്. ഇതൊന്ന് സിമ്മിലിട്ടിട്ട് അടച്ച് വെച്ചാൽ ആ ചീസൊക്കെ മെൽറ്റായി കിട്ടും. ഇപ്പോൾ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചീസി ഫില്ലിങ് നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഫില്ലിങ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫില്ലിങ് വെച്ചിട്ട് ഈ കുബൂസ് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് ഞാൻ കുബൂസ് വെച്ചതുപോലെ മയണീസും ഒരു റോളിൻ്റെ മുകളിൽ മയണീസ് ആദ്യം നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പുമാണ് ഞാനിതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഇതൊക്കെ കൂടി വെച്ചിട്ടാണ് ഈ ഫില്ലിങ്, ഈ കുബൂസ് നമ്മൾ റോൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു കുബൂസ് വെച്ച് അതിൻ്റെ മുകളിൽ മയണീസ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന മയണീസ് ആണെങ്കിൽ അതും ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ മയണീസ് ഉള്ളതുകൊണ്ട് ഇത് വെച്ച് ചെയ്തെന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് അടുത്തത് കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മൾ ഫില്ലിങ് വെക്കുന്നത്. പിന്നെ മയണീസിന് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വെക്കണമെങ്കിൽ മയണീസൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടിയും അതൊക്കെ നമ്മളെ ഇഷ്ടത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, എത്ര വേണമെന്നൊക്കെ. ഞാനിതിൻ്റെ മുകളിലും കുറച്ച് മയണീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മക്കൾക്കൊക്കെ മയണീസ് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലൊരു സ്പൂൺ മയണീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ ആവി കയറ്റി എടുത്തതുകൊണ്ട് ഈ കുബൂസ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റോൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ടോട്ടൽ ഇപ്പോൾ 3 റോളാണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയത്, അത്ര ക്വാണ്ടിറ്റിയിൽ ചെയ്തിട്ട്. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ്. നമുക്ക് മഴയൊക്കെ ആണിപ്പോൾ, വൈകുന്നേരമൊക്കെ അത്യാവശ്യം ഫില്ലിങ്ങുമാണ്, നമുക്ക് വിശപ്പും മാറും, അങ്ങനെ കഴിക്കാനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ചീസും ചിക്കനും ഒക്കെ ആയതുകൊണ്ട് മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇനി വേറെ വീഡിയോയിൽ കാണാം. താങ്ക് യു.